ഗൈസ്, ഹിയർ ഐ ആം അഞ്ജന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഫർമേഷൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, തമിഴിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു അഫർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് ഹൗ ക്യാൻ വി റൈറ്റ് ആൻ അഫർമേഷൻ. ആൻഡ് അതിക്ക് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ അഫർമേഷൻസ് കേൾക്കുമ്പോൾ അതായത് ചിലവർക്ക് ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. ഇത് ലൈഫിൽ അവർ ചിലപ്പോൾ ചെയ്തു വരുന്നുണ്ടാവും. അതാണ് ഒരു ഫസ്റ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്, ഓക്കെ, ചില ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇതിന് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇനി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്, അവരിത് കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് അഫർമേഷൻ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാട്ട് ഈസ് അഫർമേഷൻ? Affirmation is a positive statement that you repeat to yourself to encourage, motivate, or support a desired belief or behavior. It's like telling yourself something good or true until your mind accepts it. ഓക്കെ, നമ്മളപ്പോൾ അഫർമേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി അടുത്തത്, ഇത് നമുക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ നമുക്ക് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ അഫർമേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിനുത്തരമായിട്ട് ഞാൻ എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് വെച്ചിട്ടൊരു കാര്യം പറയാം. ഞാൻ ഈ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായിട്ട് ഒരു ട്രൈ പോലെ നടത്തിയത്, അല്ലെങ്കിൽ എനിക്കിത് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഓർമ്മ വെച്ചത്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അത് ആദ്യത്തെ ഒരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലഘട്ടം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്പ്യാർക്കോ ക്യാനാമതും സീസൺ 2 കേട്ടോ, അതുപോലെ തന്നെ നാഗിനൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതിൻ്റെ കഥ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് വരലാണ് എൻ്റെ ഒരു പതിവ്. അപ്പോൾ ഒരു ജംഗ്ഷൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ റൈറ്റിലേക്കും എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റിലേക്കും തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ആ ഒരു സൈഡിലെത്തിയപ്പോഴേക്കും ഒരു ചേച്ചി സംസാരിക്കുന്നത് കേട്ടു. ആ പുള്ളിക്കാർ സംസാരിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിക്കൊന്നും ഇപ്പം അറിയാൻ പറ്റില്ല, ഈ കുട്ടിയൊക്കെ ഇപ്പം എത്തുന്നല്ലേ ഉള്ളൂ എന്ന് ആ ചേച്ചി പറഞ്ഞു. അപ്പം ഞാനാകെ ദൈവമേ എന്താ പറ്റിയത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അപ്പൂപ്പൻ, ഞാൻ വിളിക്കുന്നത് അപ്പ എന്നാണ് എൻ്റെ അപ്പനെ, എൻ്റെ അപ്പയ്ക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് തല ഇറങ്ങിന്ന് വീണു. അപ്പോൾ എൻ്റെ അപ്പ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലൊരാൾ എൻ്റെ അപ്പൂപ്പനാണ്, എൻ്റെ അപ്പ. ആൻഡ് ഫോർ മീ, ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത്, ഈ മട്ടാഞ്ചേരിയും ഫോട്ടോച്ചൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കറങ്ങിയിട്ടുള്ളത് എൻ്റെ അപ്പൂപ്പൻ്റെ അംബാസിഡർ കാറിലാണ്. അതും എവിടെ പോയാലും ഞാനുണ്ടാവും അപ്പൂപ്പൻ്റെ കൂടെ. അപ്പോൾ അത്രയ്ക്കും ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. സോ പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ്ങൊക്കെ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ അപ്പയാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ ഒരു വിഷമമായി. അങ്ങനെ ഞങ്ങൾ അപ്പോൾ പിന്നെ ആ സമയത്ത് തന്നെ 80 above ഉണ്ട് ആൾ. അതുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്ത് അത്ര ഉറപ്പൊന്നും പറഞ്ഞില്ല. ഓരോരോ വേറെ ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയായിട്ട് കുറച്ച് വേറെ അസുഖങ്ങളും കൂടെ എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനേ പറ്റുള്ളൂ, ബാക്കി എന്താണെങ്കിലും ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ പോലും അവർക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരാളല്ല ആവുമ്പോൾ നമുക്ക് അത്രയും ആളുടെ ആ ഒരു പ്രസൻസ് വാല്യുബിളാണ്. അപ്പം കുറേയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ഈ അഫർമേഷൻ എന്ന് പറയുന്നൊരു കാര്യം ട്രൈ ചെയ്യുന്നത് അപ്പൂപ്പൻ്റെ ഓപ്പറേഷൻ്റെ അന്നാണ്. അന്ന് അച്ഛൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആ സമയം തൊട്ടിട്ട് ഞാൻ, എൻ്റെ അമ്മ,
എൻ്റെ അനിയത്തി, അവളൊന്നും ചെറുതാണ് വളരെ, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് അഫർമേഷൻസ് എഴുതുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓക്കെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇനിയെല്ലാം അപ്പൂപ്പൻ മെഡിസിൻസുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശരിയായി. ഓക്കെ, സോ ആ സമയത്താണ് ഞാൻ ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്യുന്നത്. അതിക്ക് മുന്നേ വരെ ചാൻഡൊക്കെ ചെയ്യുമായിരുന്നു, എഴുതുന്നത് അതാദ്യമായിട്ടായിരുന്നു. ആൻഡ് അതിപ്പോൾ എഫക്റ്റ് ആയെന്ന് സത്യം പറഞ്ഞാൽ പറയാം. കാരണം ഞങ്ങളുടെ അപ്പൂപ്പൻ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവരുടെയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനൊക്കെ പ്രകാരം നമുക്കും ഒരു സമാധാനമാണ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യുവാണല്ലോ എന്നുള്ള രീതിക്ക്, എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക്, അതായത് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിക്കാണ് ഈ ഒരു യൂണിവേഴ്സിന്. അതാണ് ഈ മെയിൻലി അഫർമേഷൻസ് ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കാര്യം. അതായത് ഇപ്പോൾ നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. പ്രാർത്ഥിക്കുന്നതല്ല, നമ്മൾ ആ ഒരു ഇതിനോട് നമ്മൾ ഓക്കെ, നമ്മുടെ അപ്പന് ഇങ്ങനെ വേണം, അപ്പനെല്ലാം ഓക്കെ ആവണം എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരും ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും നമ്മൾ അത്രയും നല്ല രീതിക്ക് അവർ ആവണം എന്നുള്ള രീതിക്ക് നമ്മളിത് പറയുന്നൊരു പരിപാടിയാണ് അഫർമേഷൻസ്, അല്ലെങ്കിൽ എഴുതുന്ന ഒരു കാര്യമാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി ഞാൻ പറഞ്ഞില്ല ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. നമുക്കിത് 2 വേയിൽ ചെയ്യാം. അതായത് റൈറ്റ് ചെയ്യാം, ചാൻഡ് ചെയ്യാം. ഞാൻ അപ്പൂപ്പൻ്റെ കേസിൽ റൈറ്റിംഗ് ആയിരുന്നു ചെയ്തത്. അതല്ലാതെ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഞാൻ ചാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാൻഡ് ചെയ്യുന്ന മീൻസ് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ ലൈക്ക് നമ്മളൊരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നമുക്ക് ഇത്രയും ടെൻഷൻ ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. സോ ആ സമയത്ത് ശരിക്കും നമുക്ക് ആ ടെൻഷൻ പാടില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് കൂളും റിലാക്സൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനോട് പോസിറ്റീവ് രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, യു ആർ കൂൾ, യു ആർ കാം, യു ആർ അടിപൊളി എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായത് നമ്മളെ തന്നെ നമ്മളൊരു സെൽഫ് ബൂസ്റ്റിങ് ആ സംഭവമാണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചില സിറ്റുവേഷൻ, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. സോ ആ സമയത്ത് നമ്മൾക്ക് തന്നെ നമ്മുടെ ഒരു പവർ ആവാൻ പറ്റുള്ളൂ. ആ പവർ ആവണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസാണ് ഈ അഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിത് ചാൻറ്റ് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു വേ എന്ന് പറയുന്നത് ഈ റൈറ്റിംഗ് ആണ്. നമുക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് എഴുതുക. ആൻഡ് നമ്മളത് ചെയ്യാൻ പോകുന്നു. അതായത് വില്ലും ക്യാനൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ മലയാളത്തിലൊക്കെ എഴുതാണെന്നാണെങ്കിൽ ഇപ്പം ഞാനത് വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കാൻ പോകുന്നു, എനിക്ക് സമാധാനം ഉണ്ടാവാൻ പോകുന്നു, അങ്ങനെ എഴുതേണ്ടത് ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്, ഞാനിപ്പോൾ കാമാണ്, അങ്ങനെ വേണം എഴുതാനായിട്ട്. നൗ എനിക്കെല്ലാം അടിപൊളിയാണ്, അങ്ങനെ. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിക്കല്ല എഴുതേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെയാണ്, സോ നമ്മളിപ്പോൾ നല്ലതാണ്. ഓക്കെ, മിക്ക ആൾക്കാരും നമ്മുടെ അടുത്ത് പറയും എഴുതിപ്പടിക്കുന്ന. ഈ എഴുതിപ്പടിക്കുമ്പോൾ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലോട്ടൊരു കാര്യം പെട്ടെന്ന് കയറും, പിന്നെ നമ്മൾ മറക്കില്ല. അപ്പം നമ്മുടെ ഗോൾ എന്ന് പറയുന്നൊരു സാധനം, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ വലിയ വലിയ ഗോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നല്ല രീതിക്കത് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കണം എന്നുള്ള രീതിക്കായിരിക്കും. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എഴുതുന്നത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. സോ ഗൈസ്, അപ്പോൾ അഫർമേഷൻസിനെ പറ്റിയിട്ട് എന്താണ് അഫർമേഷൻ, അത് എങ്ങനെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം, ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്.